സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി ചന്ദ്രശേഖരനോടും കൽപ്പണിയോടും ഉർവശിയോടും ഒക്കെ വരുണിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശി പറയണേ, ചന്ദ്രശേഖര, വരുണിന് എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസുകാരെ അന്വേഷിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അവരന്വേഷിച്ചുകൊണ്ടിരിക്കുക അമ്മേ. ഈ സമയം ഉർവശി പറയണേ, അല്ലെങ്കിൽ തന്നെ വരുണിൻ്റെ കാര്യമല്ലേ, അവന് നന്ദിപ്പില്ല ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്, എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞല്ലേ തിരിച്ചു വരുന്നത്. ഇനി അതുപോലെ എന്തെങ്കിലും യാത്രക്ക് പോയതാണെങ്കിലോ? അന്നേരം മുത്തശ്ശി പറയണേ, എനിക്ക് അങ്ങനെ ഓരോന്നും പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഈ സമയം കൽപ്പനയും പറയാം, മുത്തശ്ശി പറഞ്ഞത് ശരിയാ, വരുണിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കാം. മാത്രമല്ല അച്ഛൻ്റെ അവസ്ഥ ഇപ്പോൾ മോശമല്ലേ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണു തുറന്ന് ആദ്യം അന്വേഷിക്കുന്നത് വരുണിനെയായിരിക്കും. അതിനു മുമ്പ് വരുൺ എങ്ങനെയെങ്കിലും കണ്ടെത്തി തിരികെ കൊണ്ടുവന്നേ പറ്റൂ. ചെറിയച്ഛൻ DGP-നെ ഒന്ന് വിളിച്ചു നോക്കും. ഇവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം മതിയാക്കി അദ്ദേഹത്തോട് തന്നെ നേരിട്ടൊന്ന് അന്വേഷിക്കാൻ പറ. ശരി, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം മോളെ. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരൻ ഫോൺ എടുത്ത് കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കുവാണ്. എന്നിട്ട് ഗൗതമിനെ ഫോണിൽ വിളിക്കുക. അങ്ങനെ ഗൗതം കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ അച്ഛാ, എന്താ? എടാ, നിന്നെ ഇന്നലെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചു. ഇന്നലെ കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസമായി. എന്തായി? നിനക്കത് ചെയ്യാൻ പറ്റുമോ? അന്നേരം ഗൗതം പറയണേ, അച്ഛാ, വലിയച്ഛനെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ കയറി കാര്യം നടത്ത എളുപ്പമോ? പക്ഷേ വലിയമ്മ അതിന് മുമ്പിൽ നിന്നൊന്ന് മാറണ്ടേ? ഒന്ന് കണ്ണടക്കുന്നു പോലുമില്ല. വലിയമ്മയുടെ കണ്ണ് വെട്ടിച്ച് വേണ്ട അതിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ. എന്താണെങ്കിലും അച്ഛൻ പേടിക്കണ്ട, എങ്ങനെയെങ്കിലും അച്ഛൻ എന്നെ ഏൽപ്പിച്ച് ഈ ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എടാ, ഏടത്തിയുടെ കണ്ണു വെട്ടിച്ച് കയറാൻ പറ്റില്ലെങ്കിൽ വല്ല നേഴ്സിൻ്റെയോ അറ്റൻഡൻറ്റെയോ അങ്ങനെ എന്തെങ്കിലും വേഷം ധരിച്ച് കയറി കാര്യം നടത്താൻ നോക്ക്. എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഇനി അധികം വൈകിയാൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നില്ലെന്ന് വരും. അന്നേരം ഗൗതം പറയണേ, ശരി അച്ഛാ, അച്ഛനെ ഞാൻ വിളിക്കാം. ഇനി വിളിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ച ജോലി ഗംഭീരമായിട്ട് പൂർത്തിയാക്കിയെന്ന വാർത്ത പറയാനായിരിക്കും ഞാൻ വിളിക്കുന്നത്. എന്നാച്ചാൽ ഫോൺ വെച്ചോ. അങ്ങനെ പറഞ്ഞ ഗൗതം കോൾ കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം അവിടെ ഇരിക്കുന്ന വെള്ളം കാണുമ്പോൾ രാധിക കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് നീങ്ങി ചെല്ലുവാണ്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് ഗൗതം അവിടെ എത്തുന്നത്. അങ്ങനെ ഐസുവിൻ്റെ ഫ്രണ്ടിൽ നിന്നും ആരുമില്ലെന്ന് മനസ്സിലാക്കി ഇത് തന്നെ പറ്റിയ സമയം എന്നും പറഞ്ഞ് ഗൗതം ഐസുവിൻ്റെ വാതിലിനോട് നിൽക്കുവാണ്. ഈ സമയം പെട്ടെന്ന് തിരിയുന്ന രാധിക ഗൗതത്തിനെ കാണുവാണ് കേട്ടോ. അങ്ങനെ ഗൗതം പോക്കറ്റിൽ നിന്ന് മാസ്ക് എടുത്ത് അതും വെച്ചിട്ട് ചുറ്റുപാടും വീണ്ടും തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം രാധിക തന്നെ തിരിഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാണ്. അന്നേരം ഗൗതം ചുറ്റും നോക്കിയിട്ട് ആരുമില്ലെന്നുറപ്പിച്ച് അകത്തേക്ക് കയറുവാണ് കേട്ടോ. തിരിഞ്ഞു നിൽക്കുന്ന രാധികനെ ഗൗതത്തിന് മനസ്സിലായതുമില്ല. അങ്ങനെ അകത്തേക്ക് കയറി അവിടെ വാങ്ങിക്കിടക്കുന്ന പരമേശ്വരൻ്റെ മുഖത്തേക്ക് തലോണി എടുത്ത് അമർത്തുവാണ് കേട്ടോ. ഈ സമയം സംശയം തോന്നി രാധികയും പിന്നാലെ തന്നെ അകത്തേക്ക് കയറി ചെല്ലുക. അങ്ങനെ രാധിക കയറി ചെല്ലുമ്പോൾ കാണുന്നത് പരമേശ്വരനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന ഗൗതമിനെയാണ് കേട്ടോ. ഇത് കാണുന്ന രാധിക ഗൗതത്തിനെ തള്ളി മാറ്റുക. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വീട്, ഡോക്ടർ, നേഴ്സ്, ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്ന് പറഞ്ഞ് രാധിക ബഹളം വെക്കുവാണ്. ഈ സമയം ഗൗതം രാധികയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. ഈ സമയം രാധിക അച്ഛൻ്റെ നെഞ്ചിലൊക്കെ തടവിക്കൊണ്ടിരിക്കുക. അച്ഛാ, ഒന്നുമില്ലല്ലോ, ഡോക്ടർ ഒന്ന് ഓടി വരണേ. അങ്ങനെ ബഹളമൊക്കെ കേട്ടിട്ട് പത്മിനി അകത്തേക്ക് ഓടി വരിക. എന്താ മോളെ, എന്താ പറ്റിയത്? അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ ആരെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല മോളെ, ഇവിടെ ഒരാൾ അച്ഛനെ കൊല്ലാനായിട്ട് വന്നു. ഞാനിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ അയാൾ ഈ തലോണി കൊണ്ട് അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുമായിരുന്നു. സത്യമാണോ മോളെ? മോൾക്ക് തോന്നിയതാണോ? അല്ലമ്മേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയാളെന്നെ തള്ളി മാറ്റിയിട്ട് ഇവിടുന്ന് പോയത്. ഞാൻ വേഗം പോയി നേഴ്സിനോ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ഈ സമയത്ത് തന്നെ നേഴ്സ് അങ്ങോട്ട് വരുമായിരിക്കും. എന്താ പറ്റിയത്? അന്നേരം പത്മിനി പറയണേ, സിസ്റ്റർ, ഈ കുട്ടി പറയുന്നത് പരമേശ്വരേട്ടനെ കൊല്ലാനായിട്ട് ആരും ഇവിടെ വന്നെന്നാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ ആര് കിടക്കാനാ? കുട്ടിക്ക് തോന്നിയതാവും. അന്നേരം രാധിക പറയണേ, അല്ല സിസ്റ്റർ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയാളെന്നെ തള്ളി മാറ്റിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഓടിയതേ ഉള്ളൂ. ആണോ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നേഴ്സ് പരമേശ്വരനെ പരിശോധിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, പേടിക്കാനൊന്നുമില്ല. എന്താണെങ്കിലും കുട്ടി പറഞ്ഞ കാര്യം ഞാനൊന്ന് അന്വേഷിക്കാം. ഇവിടുത്തെ CCTV ഒക്കെ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. അങ്ങനെ പത്മിനി കരഞ്ഞോട് പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഈ സമയം രാധിക പത്മിനിയെ ആശ്വസിപ്പിക്കണേ, അമ്മ വിഷമിക്കണ്ട. പിന്നെ അച്ഛനെ കൊല്ലാൻ ഒരാൾ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാരാണെന്ന് ഞാൻ കണ്ടതാ. ആളുടെ മുഖം ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. ആരാ മോളെ അത്? അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാ, ഗൗതം. ഞാനിവിടെ നിന്നപ്പോൾ ഗൗതം മാസ്ക് എടുത്ത് മുഖത്ത് വെക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്നേരം പത്മിനിക്ക് ഇത് വിശ്വസിക്കാനാവുന്നില്ല. മോൾ എന്തൊക്കെയാണ് പറയുന്നത്? മോൾക്ക് തോന്നിയതാവും. ഇവിടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം രാധിക ഉറപ്പിച്ചു തരണേ, ഇല്ലമ്മേ, ഞാൻ ശരിക്കും കണ്ടതാ ഗൗതമിനെ. എന്താണെങ്കിലും ഇവിടെ CCTV ചെക്ക് ചെയ്യാന്നല്ലേ ആ നേഴ്സ് പറഞ്ഞത്. അവർ ചെക്ക് ചെയ്യട്ടെ. പിന്നെ അമ്മ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇനി ഇതുപോലത്തെ ശ്രമങ്ങളൊക്കെ ഉണ്ടായാലോ, ഒരു കരുതൽ ആവശ്യമാണ്. ഈ സമയത്ത് ബിജുവും അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ ബിജുവിനെ കാണുന്നതും പത്മിനി വരുണിൻ്റെ കാര്യം അന്വേഷിക്കണേ. എന്തായി ബിജു? വരുണിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവൻ എവിടെ? വീട്ടിലെത്തിയോ അവൻ? അന്നേരം ബിജു പറയണേ,
അമ്മേ, വരുണിൻ്റെ കാര്യം ഞാൻ അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് പറയാതിരുന്നതാ. എന്നിട്ട് ബീച്ചിൽ വെച്ച് വരുണിൻ്റെ ഫോണും ചെരുപ്പും കിട്ടിയതും വരുൺ മിസ്സിംഗ് ആണെന്നുള്ള വിവരമൊക്കെ ബിജു അറിയിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്നതും രാധിക അങ്ങ് ഞെട്ടിത്തെറിച്ച് പോകുവാണ്. ഈ സമയം പത്മിനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് വല്ലാതെ തളർച്ച തോന്നിയിട്ട് അവിടെ കസേരയിലങ്ങ് ഇരുന്ന് പോകുവാണ് കേട്ടോ. അങ്ങനെ രാധികയും ബിജുവും വല്ലാതെ ടെൻഷനാകുക. അമ്മേ, അമ്മ വിഷമിക്കല്ലേ. ഈ സമയം ബിജു വരണേ, അമ്മ പേടിക്കണ്ട. അവിടെ ചന്ദ്രശേഖരൻ സാറ് DGPനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടനെ തന്നെ വരനെ കണ്ടെത്തും. ഈ സമയം പത്മിനി കരഞ്ഞുകൊണ്ട് പറയണേ, ഈശ്വര, ഈ ഒരു അവസ്ഥയിൽ വീണ്ടും വീണ്ടും ഓരോ പരീക്ഷണങ്ങൾ നീ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏട്ടൻ്റെ അവസ്ഥയാണെങ്കിൽ ആകെ മോശമാണ്. കണ്ണു തുറന്നാൽ ഏട്ടൻ ആദ്യം അന്വേഷിക്കുക വരുണിനായിരിക്കും മോളെ. ആ സമയം വരുണിൻ്റെ ഈ കാര്യം കൂടി അറിഞ്ഞാൽ ഏട്ടന് താങ്ങാനാവില്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക പത്മിനിനെ ആശ്വസിപ്പിക്കുവാണ്. അമ്മ വിഷമിക്കാതിരിക്കുക, ചെരുപ്പും മൊബൈലും കിട്ടിയെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ ടെൻഷനാവല്ലേ, വരുണിനൊന്നും സംഭവിക്കില്ല. ഈ സമയത്ത് തന്നെ സിസ്റ്റർ പുറത്തേക്ക് വരുക. അതെ, പരമേശ്വരൻ കണ്ണുറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അകത്തേക്ക് കയറി കാണാം. അന്നേരം പത്മിനി പറയണേ, ഇത്രയും നേരം അദ്ദേഹം ഒന്ന് കണ്ണു തുറക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം തോന്നുന്നു വേണ്ടായിരുന്നു എന്ന്. വരുണിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ചോദിക്കാൻ പോകുന്നത്. ഞാൻ എന്ത് മറുപടി പറയും മോളെ. അമ്മ വിഷമിക്കാതിരിക്കും, വരുണൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അമ്മ വാ, അച്ഛനെ പോയി കാണാം, വാ അമ്മേ എന്ന് പറഞ്ഞ് പത്മിനിയും കൂട്ടി രാധിക അകത്തേക്ക് എത്തുവാണ്. പരമേശ്വരനെ കാണുന്നതും പത്മിനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. ഏട്ടാ. ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ, ആ മോളെന്താ ഇവിടെ? അത് ഞാൻ മുത്തശ്ശിയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നതാ. അപ്പോൾ അമ്മയെ കണ്ടതും കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. ഈ സമയം പത്മിനി കരഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം പരമേശ്വരൻ പറയണേ, എടോ താൻ പേടിക്കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. എനിക്കെന്തെങ്കിലും ചെറിയ അസുഖം പോലും വന്നാൽ മതി, അപ്പം തന്നെ ഇയാൾ തുടങ്ങിക്കോളും. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാലും ഇയാൾക്ക് ബോധ്യമില്ല. അല്ല, വരണവിടെ? അവൻ പുറത്തു തന്നെ നിൽക്കുകയാണോ? അവനെ വിളിക്ക്, എനിക്ക് അവനോട് സംസാരിക്കണം. ഈ സമയം രാധികയും പത്മിനിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. എന്ത് പറയുമെന്നറിയാതെ ടെൻഷനോട് നിൽക്കുന്നുണ്ടോ പത്മിനി. എന്നിട്ട് പത്മിനി പറയണേ, അത് പിന്നെ വരുൺ ഇവിടെ ഇല്ലേ? എന്തു പറ്റി? ഓ, ഇന്നലെ മുഴുവൻ ഇവിടെ ഉറക്കം ഒളിച്ച് നിന്നിട്ട് വീട്ടിലേക്ക് പോയതായിരിക്കുമല്ലേ. സാരമില്ല, എത്രയും പെട്ടെന്ന് അവനൊടിഞ്ഞ് വരാൻ പറ. കേട്ടോ മോളെ, പണ്ട് അവന് ചെറിയ വയസ്സുള്ളപ്പോൾ ഇതുപോലെ ഒരിക്കൽ എനിക്കിതുപോലെ തളർച്ച വന്നതാ. ഞാൻ ഹോസ്പിറ്റലിലായി 2 ദിവസം മുഴുവൻ ഉറക്കം ഒളിച്ച് അവൻ എനിക്ക് വേണ്ടി കാത്തു നിന്ന്. ഞാൻ അവനെ കൊണ്ട് സംസാരിച്ചപ്പോഴാണ് അവൻ ആശ്വാസമായത്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അവനിത് താങ്ങാനാവില്ല. എന്താണെങ്കിലും അവനോട് ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അവനെ കണ്ടെന്ന് സംസാരിക്കണം, എന്നാലേ എൻ്റെ നെഞ്ചിലെ ഭാരം ഒന്ന് മാറിക്കിട്ടുള്ളൂ. ശരി, ഞാൻ അവനോട് പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ സങ്കടത്തോടെ നിൽക്കുവാണ്. ഈ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരിക. അതെ, പേഷ്യൻറ്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കേണ്ട കേട്ടോ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടെ, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ. അങ്ങനെ പത്മിനിയും രാധികയും പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഡോക്ടറും പുറത്തെത്തുവാണ്. ഡോക്ടർ പത്മിനിയോട് ചോദിക്കണേ, അല്ല വരുൺ എവിടെയാണ്? പരമേശ്വരൻ കണ്ണു തുറന്നപ്പോൾ തന്നെ വരുണിൻ്റെ പേരാ പറഞ്ഞത്. വരുൺ എത്രയും പെട്ടെന്ന് മുമ്പിൽ കൊണ്ടുവന്നാൽ അത് അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് മാറാനായിട്ട് ഗുണം ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ വരുൺ ഇവിടെ എത്തിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പത്മിനി കരഞ്ഞുകൊണ്ട് പറയണേ, മോളെ എന്ത് ചെയ്യും? വരുണിനെ ഞാൻ എവിടെയാണെന്ന് വെച്ച് കൊണ്ടുവരാനാ? ഈശ്വര, എൻ്റെ മോനെ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ രാധികയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക ചേർത്ത് പിടിച്ച് പത്മിനിയെ ആശ്വസിപ്പിക്കണേ, അമ്മ വിഷമിക്കാതിരിക്കും. ഇത്രയും നല്ല അച്ഛനും അമ്മയും ദൈവം ഒരിക്കലും പരീക്ഷിക്കില്ല. വരുണിന് ഒരബദ്ധം പറ്റാതെ തിരികെ കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കണ്ണൻ അതിനനുഗ്രഹിക്കും. അമ്മയുടെ അച്ഛൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുണിനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് രാധിക ഉറപ്പ് കൊടുക്കുവാണ്. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പത്മിനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുവാണ് കേട്ടോ. അങ്ങനെ രാധികയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് പത്മിനി. പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ പ്രിയങ്കയും കൂട്ടി ഒരു ഓട്ടോയിലെ വീട്ടിൽ തിരിച്ചെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ദേവനാരായണൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും വാതിലൊക്കെ പൂട്ടിയിരിക്കുന്നത് കാണുന്നത്. വാതിലൊക്കെ പൂട്ടി ഇവരെല്ലാവരും ഇതെവിടെ പോയിരിക്കുക. ഈ സമയത്ത് തന്നെ മറ്റൊരു ഓട്ടോയും കൂടി എത്തുവാണ്. അതിൽ നിന്ന് രാധികയും യശോദയും മുത്തശ്ശിയൊക്കെ പുറത്തിറങ്ങുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയുടെ തലയിലെ കെട്ടൊക്കെ കണ്ട് ദേവനാരായണൻ നിങ്ങൾ പേടിച്ചു പോകുക. ഈശ്വര, അമ്മേ എന്താ അമ്മക്ക് പറ്റിയത്? അന്നേരം യശോദ പറയണേ, ഓ അത് പേടിക്കാനൊന്നുമില്ല, സ്റ്റെപ്പിൽ തട്ടി ചെറുതായിട്ട് തലയിടിച്ചൊന്ന് വീണതാ, ഇപ്പം കുഴപ്പമൊന്നുമില്ല അമ്മേ, അമ്മയ്ക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അന്നേരം മുത്തശ്ശി രാധികയെ നോക്കിയിട്ട് പറയണേ, പ്രശ്നം ഉണ്ടാക്കുന്ന ചിലരൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ. അല്ല, പ്രിയങ്ക മോൾ എന്താ ഇവിടെ? ആ, അതൊക്കെ കുറച്ച് വിശദമായിട്ട് തന്നെ പറയാനുണ്ട്, നീ വാതിൽ തുറക്ക് എന്ന് യശോദയോട് പറയുവാണ്. അങ്ങനെ യശോദ അങ്ങനെ വാതിൽ തുറക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. എന്താ മോളെ, എന്താ പറ്റിയത്? എന്താ ഇവളൊന്നും മിണ്ടാത്തത്? അന്നേരം ദേവൻ പറയണേ, ആ ഇവൾക്കിനി മിണ്ടാൻ പറ്റില്ല, ഇവൾക്കെന്നല്ല നമുക്കാർക്കും. അങ്ങനെ ദേവനും യശോദയും രാധികയും എല്ലാവരും അകത്തേക്ക് കയറുവാണ്. ഈ സമയം മുത്തശ്ശി പ്രിയങ്കയും കുട്ടി അകത്തെത്തുവാണ് കേട്ടോ. ഈ സമയം യശോദ ചോദിക്കണേ, എന്താ ദേവേട്ടാ പ്രശ്നം? അന്നേരം ദേവൻ പറയണേ, ഇവള് അത്രയും വലിയൊരു വീട്ടിൽ മരുമകളായി കയറി ചെന്നപ്പോൾ നമ്മളെല്ലാവരും
സംശയിച്ചൊരു കാര്യമുണ്ട്, അത് തന്നെ സംഭവിച്ചു. ദേവ നീ കാര്യം എന്താന്ന് പറ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടോ. ആ സമയം ദേവൻ പറയണേ, ഇവളിന്നലെ പാതിരാത്രി കണിമംഗലത്ത് നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അതും ആ കണിമംഗലക്കാർ ഇവൾക്ക് കൊടുത്ത സ്വർണവും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അവർക്ക് മുമ്പിൽ നാണം കിട്ടും. ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർ വിളിച്ചത് പ്രകാരമാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോളാണ് പറഞ്ഞത് ഇവളവിടുത്തെ സ്വർണവും പണവുമൊക്കെ എടുത്തുകൊണ്ട് രായ്ക്ക് രമാനെ സ്ഥലം വിടാൻ തുടങ്ങിയ കാര്യം. അങ്ങനെ ഈ കാര്യം കേട്ടിട്ട് മുത്തശ്ശിയും യശോദയും രാധികയും എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്